അൻവറുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ നേതാക്കളുടെ ഇടപെടലുകളിൽ മുസ്ലിം ലീഗിനുള്ളിലും അതൃപ്തിയുണ്ട്. PV അൻവറിന് വേണ്ടി ലീഗ് സംസാരിക്കേണ്ടതുണ്ടോ എന്ന അഭിപ്രായമാണ് ഒരു വിഭാഗം മുന്നോട്ട് വയ്ക്കുന്നത്. അൻവറിന് വേണ്ടിയുള്ള നേതൃത്വത്തിന്റെ ഇടപെടലുകളിൽ പ്രാദേശിക മുസ്ലിം ലീഗ് പ്രവർത്തകർക്കിടയിലും അതൃപ്തിയുണ്ട്. ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് ഈ വിഷയത്തിൽ ഞാനൊരു ഒറ്റയാൾ പോരാട്ടം നടത്തുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് പോരാടേണ്ട ആളല്ല, ഞങ്ങളൊക്കെ നിങ്ങളുടെ കൂടെയുണ്ട്, നമുക്ക് സഹകരിച്ച് പോകണം എന്നെ കണ്ട് സംസാരിക്കുകയും നിരന്തരമായി ഇത്തരം വിഷയങ്ങളിൽ ബന്ധപ്പെടുകയും ഈ UDF പ്രവേശനത്തിന് മുൻകൈ എടുക്കുകയും ചെയ്തത് ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബുമാണ് ഒരു ഭാഗത്ത്. ആ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കം ഉൾപ്പെട്ട UDF യോഗത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടാവുന്നത്. കാര്യങ്ങൾ മുസ്ലിം ലീഗിന്റെ ചുമലിൽ വെച്ച് PV അൻവർ നടത്തിയ ഈ പരാമർശമാണ് ഇപ്പോൾ മുസ്ലിം ലീഗിൽ പുകയുന്നത്. അൻവർ കോൺഗ്രസ് പ്രശ്നത്തിൽ മുസ്ലിം ലീഗിന്റെ റോൾ എന്തെന്ന ചോദ്യം ഒരു വിഭാഗം പ്രവർത്തകരിൽ നിന്ന് ഉയരുന്നുണ്ട്. അൻവറിനെ മുന്നണിയുടെ ഭാഗമാക്കുന്നതിൽ ലീഗിന് എതിർപ്പില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനപ്പുറം ലീഗ് മധ്യസ്ഥ റോൾ ഏറ്റെടുക്കേണ്ടതില്ല എന്നാണ് വികാരം. മുൻകാലങ്ങളിൽ PV അൻവർ നടത്തിയ പ്രതികരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പ്രവർത്തകർ ഇത് പറയുന്നത്. അൻവറിനു വേണ്ടി ലീഗ് സംസാരിക്കുന്നതിൽ നിലമ്പൂരിലെ പ്രാദേശിക ലീഗ് പ്രവർത്തകർക്കിടയിലും എതിരഭിപ്രായമാണ്. അൻവറിനെ UDFന്റെ ഭാഗമാക്കിയാൽ നൽകുന്ന സീറ്റ് സംബന്ധിച്ചും ലീഗിൽ ആശയക്കുഴപ്പമുണ്ട്. മലപ്പുറം ജില്ലയിലെ UDFന്റെ ഏതെങ്കിലും ഒരു സീറ്റ് അൻവറിന് നൽകുന്നതോടെ ഭാവിയിൽ ലീഗിന് അർഹമായ സീറ്റ് നഷ്ടമാകുമോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട്. കോൺഗ്രസിനെതിരെ PV അൻവർ ഇന്ന് നടത്തിയ പ്രതികരണങ്ങൾ അൻവറിന് വേണ്ടി സംസാരിക്കുന്ന മുസ്ലിം ലീഗിനെ കൂടി വെട്ടിലാക്കുന്നതാണ്. അൻവറിനോടുള്ള മൃദു സമീപനം കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ ഇനി തുടരുമോ എന്ന് കണ്ടറിയണം. ക്യാമറ പേഴ്സൺ വിഷ്ണു കച്ചേരിക്കൊപ്പം റാഫി കരീം, 24 നിലമ്പൂർ.